ഹായ് മക്കളെ, നിങ്ങളുടെ ശ്രീലക്ഷ്മി മിസ് ആണ്. ഈ വർഷം അതായത് 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എക്സാം പാറ്റേൺ ഇറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദ ലാസ്റ്റ് ഇയേഴ്സ്. മാത്രമല്ല, നിങ്ങൾക്ക് അത് മാത്രമാണോ ഈ പ്രശ്നം വരുന്നത്? അല്ല, സിലബസ് മാറി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സിൽ പല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല, +1 പഠിക്കാനുള്ള പോർഷൻസ് ഇത്തവണ കെമിസ്ട്രിയിൽ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3rd ചാപ്റ്ററിലും അതുപോലെ തന്നെ 4th ചാപ്റ്ററിലും ഒക്കെ പഠിക്കാനുണ്ട്. ഈവൻ ഫസ്റ്റ് ചാപ്റ്ററിലും സെക്കൻഡ് ചാപ്റ്ററിലും നമുക്ക് എന്തുണ്ട്, എക്സ്ട്രാ പഠിക്കാനുണ്ട് അല്ലേ? വലിയ ടാസ്ക് ആണ്. മാത്രമല്ല, ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ നിർണായകമായ വർഷമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും A+ നേടാൻ ആഗ്രഹമുള്ള ആളുകളാണല്ലോ. നിങ്ങൾക്ക് SSLC ഫുൾ മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വർഷം നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് സാധനം വിട്ടുപോകാനുള്ള ചാൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഈ കോണ്ടന്റ് വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ ഈ വരാൻ പോകുന്ന ഓണം പരീക്ഷയുടെ എക്സാം പാറ്റേൺ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഓൾസോ എന്തെല്ലാം പഠിക്കണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഐഡിയ ഉണ്ടാക്കുക. സോ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റിലേക്ക് നമ്മൾ ചെയ്യുന്നത് കെമിസ്ട്രിയിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, ആ ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റും ഓൺ ടൈം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ചാനലാണ്. മാത്രമല്ല, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും കോണ്ടന്റ് വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാനൽ ആയിരിക്കാം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാണെങ്കിൽ. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ആദ്യം തന്നെ നമ്മുടെ പാറ്റേൺ, എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നും നോക്കാം അല്ലേ. നമുക്ക് 18 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് മൊത്തമുള്ളത് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയേക്ക് 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളൂ. കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നോ? 3-4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണയിൽ നല്ല വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. ഈവൻ നിങ്ങൾ ഫസ്റ്റ് പേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഈ വർഷത്തെ. നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ പ്രത്യേകത കാണുന്നത്? ഇവിടെ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് ആണ് തന്നത്. ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസും ഇതേ ടൈപ്പാണ്. അതായത് MCQ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. MCQ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഭാവിയിൽ എഴുതാൻ പോകുന്ന ആളുകളാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് MCQ. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന്റെ ആൻസർ നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്ത് എഴുതണം അല്ലേ? ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ മൈൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്ഷൻ വെച്ച് നിങ്ങൾക്ക് ആൻസർ എഴുതാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്യണം. 1 മാർക്കാണ് നമുക്ക് വരുന്നത്. ഇനി നിങ്ങൾ നോക്കുക, അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കേ, 2 ക്വസ്റ്റ്യൻസ് ഫ്രം 5 to 11 ഹാവ് ചോയ്സ്. അതായത് 5 മുതൽ 11 വരെ നമുക്ക് ചോദ്യങ്ങളുണ്ട്. ഈ 5 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ 2 ചോദ്യങ്ങൾക്ക് നമുക്ക് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് 5, 6, 7, 8, 9, 10, 11 7 ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതണം. എന്നാൽ ഈ 7 ചോദ്യങ്ങളിൽ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെലക്റ്റീവ് ആണ്, ചോയ്സ് ഉണ്ട്. നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക, 7ാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ നെക്സ്റ്റ് പേജ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 11ാമത്തെ ക്വസ്റ്റ്യന് 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി. ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്? 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 7 എണ്ണം എഴുതാനുണ്ട്. മാത്രമല്ല, അതിൽ 2 എണ്ണം നിങ്ങൾക്ക് സെലക്റ്റീവ് ആണ്, ചോയ്സ് തന്നിട്ടുണ്ട്. സോ 2 മാർക്കിന്റെ ക്വസ്റ്റ്യനുകളുടെ എണ്ണം കൂടി. കഴിഞ്ഞ വർഷം നമുക്ക് 7 എണ്ണം ഒന്നും അല്ലായിരുന്നു എഴുതാനുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ 7 ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? നമുക്ക് അറ്റൻഡ് ചെയ്യാനുണ്ട്. ഇനി നമ്മൾ അടുത്ത പേജ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, 2 questions from 12 to 17 have choice. 12, 13, 14, 15, 16, 17 നമുക്ക് 6 ചോദ്യങ്ങളുണ്ട്. ഈ 6 ചോദ്യങ്ങളും 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഈ പറഞ്ഞ 6 ചോദ്യങ്ങളിലും ഈ പറഞ്ഞതുപോലെ തന്നെ 2 ക്വസ്റ്റ്യൻസ് എന്താണ്? ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അതാ ഇവിടെ നോക്കിക്കേ, 13ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എയും ബിയും തന്നിട്ടുണ്ട്. അതിൽ ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. രണ്ടും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് നിങ്ങൾ നോക്കുക, നമ്മുടെ അടുത്ത പേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ 16ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ, 2 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം വരെ നമുക്ക് തന്നിരുന്നത് 5 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതുക എന്നുള്ളതാണ്.
ആണ്. എന്നാൽ ഇത്തവണ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയത് കൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. എക്സാം എഴുതുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ ഓർമ്മ വെച്ച് നിങ്ങൾ എഴുതരുത്. നിങ്ങൾ മെയിൻ ഇൻസ്ട്രക്ഷൻ നന്നായിട്ട് വായിച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം എഴുതുക. സോ പറഞ്ഞ പോലെ തന്നെ 3 മാർക്കിന്റെ എത്ര ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്? 3 മാർക്കിന്റെ 6 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത്തവണ അറ്റൻഡ് ചെയ്യാനുണ്ട്. ക്വസ്റ്റ്യൻ എണ്ണം നമുക്ക് കൂടിയിട്ടുണ്ട്. എന്നാൽ 4ാമത്തെ മാർക്ക്, അതായത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ, ഒറ്റ ചോദ്യമേ ഉള്ളൂ. 4 മാർക്കിന്റെ ഒറ്റ ക്വസ്റ്റ്യനെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുള്ളൂ. എന്നാൽ അത് നമുക്ക് ഓപ്ഷൻ ആണ്. 2 ചോദ്യങ്ങൾ ഉണ്ടാവും. അതായത് 18ാമത്തെ ക്വസ്റ്റ്യനിൽ A, B എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ ഓപ്ഷന്റെ ആ ഒരു ക്വസ്റ്റ്യന്റെ കംപ്ലീറ്റ് ആൻസേഴ്സ് ABCD എന്ന് പറഞ്ഞ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ആ 4 നിങ്ങൾ എഴുതുക. 4 എണ്ണം ഉണ്ടെങ്കിൽ 4 നിങ്ങൾ എഴുതുക. 4 മാർക്കിന്റെ സിംഗിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വരുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മോഡലുകളിലും ഒരുപാട് വ്യത്യാസമുണ്ട്. ലാസ്റ്റ് ഇയർ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ മോഡൽസ് അല്ല ഈ വർഷം വന്നിരിക്കുന്നത്. സോ ഈ പാറ്റേൺ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. സോ ഒന്നും കൂടി പറയാണ്, 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ എന്താണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഓപ്ഷൻസ് അല്ല, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. 5 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ 2 ചോദ്യങ്ങൾ നമുക്ക് എന്തുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, സെലക്ട് ചെയ്തെടുക്കാം. ഇനി 12 മുതൽ 17 വരെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിലും നമുക്ക് 2 ചോദ്യങ്ങൾ ഓപ്ഷൻസ് ഉണ്ട്. അതായത് 17 നമുക്ക് വരുന്ന 6 എണ്ണത്തിൽ 4 എണ്ണം എഴുതിയാൽ മതി എന്നല്ല കേട്ടോ പറഞ്ഞത്, 6 ചോദ്യങ്ങളും എഴുതണം. ഈ 12 മുതൽ 17 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ 6 ചോദ്യങ്ങളാണുള്ളത്. ഈ 6 ചോദ്യങ്ങൾ നമ്മൾ എഴുതണം. എന്നാൽ അതിൽ 2 എണ്ണത്തിന് A, B എന്ന് പറഞ്ഞ് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും കേട്ടോ. ലാസ്റ്റ് 4 മാർക്കിന്റെ നമുക്ക് എന്താണ്, ഒരു ചോദ്യം മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് അറിയേണ്ടത്, നമ്മൾ ഈ ഓണ പരീക്ഷയ്ക്ക് എവിടം വരെ പഠിക്കണം, എന്തു പഠിക്കണം എന്നുള്ളതാണ്. പല സ്കൂളുകളിലും ടോപ്പിക്സ് പല രീതിയിലാണ് എടുക്കുന്നത്. പല ചാപ്റ്റേഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. ചിലത് 3rd ചാപ്റ്റർ എത്തിയിട്ടുണ്ട്, ചിലത് 2nd ചാപ്റ്റർ എത്തിയിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾക്കറിയാം, ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോമൺ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ നമുക്ക് വരുന്ന പോർഷൻസ് എന്ന് പറയുന്നത്, എക്സാം ചോദിക്കുന്ന പോർഷൻസ് എന്ന് പറയുന്നത്, ആദ്യത്തെ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. 3ാമത്തെ ചാപ്റ്റർ മുഴുവൻ ഇല്ല. നമുക്ക് എവിടം വരെയുള്ളൂ, നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരെ മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം, ആദ്യത്തെ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം ആണ്. ഓർഗാനിക് സംയുക്തങ്ങളും ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും ആണ്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് നെയിമിംഗ് കറക്റ്റ് ആയിട്ട് പഠിക്കണേ. എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ തന്നാൽ പേര് എഴുതേണ്ടത് എന്നും, ഒരു പേര് തന്നാൽ എങ്ങനെ സ്ട്രക്ചർ വരയ്ക്കണം എന്നുള്ളതും കറക്റ്റ് ആയിട്ട് പഠിക്കാം. രണ്ടാമത് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിൽ അറോമാറ്റിക് കോമ്പൗണ്ട്സ് പഠിക്കാൻ മറക്കരുത്. പല ആളുകളും സ്കിപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ് അറോമാറ്റിക് കോമ്പൗണ്ട്സ്. ഇറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് 2 മാർക്കിനും അതുപോലെ തന്നെ 3 മാർക്കിനും ചോദിക്കുന്ന ഒരു ഏരിയ ആണത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടോപ്പിക് പഠിച്ചതിന് ശേഷം നിങ്ങൾ പഠിക്കേണ്ടത് ഐസോമറിസം. 4 മാർക്കിനും ചോദിക്കാം, 3 മാർക്കിനും ചോദിക്കാം, 2 മാർക്കിനും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സ്, മെയിൻ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി 2ാമത്തെ ചാപ്റ്റർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണല്ലേ. എന്താണ് ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ 2 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 2 അല്ല, ശരിക്കും നമുക്ക് 3 ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഹാഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 5 ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, 5 തരത്തിലുള്ള രാസപ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ, അഡിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. 2ാമത്തെ ഹാഫ് എന്ന് പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അവിടെ നമുക്ക് പഠിക്കാനുള്ളത് 4 ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. മെത്തനോൾ, എത്തനോൾ, എത്തനോയിക് ആസിഡ് ആൻഡ് ഈഥൈൽ എത്തനോയിക് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ലാസ്റ്റ് 3ാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് ചെറിയൊരു ടേബിൾ. നിങ്ങൾ ആ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് പേജ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിസിൻസ് എന്ന് പറഞ്ഞൊരു ടേബിൾ കാണാം. ആ ടേബിളിൽ നിന്ന് മക്കളെ ചോദ്യം വന്നിട്ടുണ്ട്, ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലെ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കുക, 7ാമത്തെ ഓർ ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമ്മുടെ ആ ഒരു ടേബിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. സോ ഈ 3 എണ്ണം നമ്മുടെ നാളത്തെ ലൈവ് ക്ലാസ്സിൽ, അതായത് നാളെ വൈകുന്നേരം ഷാർപ്പ് 6:30 നമുക്ക് എന്താണ് 2nd ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ട്. നമ്മൾ 1 ഷോട്ടിൽ മെയിൻ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ചാപ്റ്ററിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഡിസ്കസ് ചെയ്ത് തീർക്കും. സോ നിങ്ങൾ എല്ലാവരും ആ ലൈവ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 2nd ചാപ്റ്റർ നിങ്ങൾക്ക് സെറ്റ് ആക്കാം. ഇനി 1st ചാപ്റ്റർ ആണ് ആവശ്യമെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി 1st ചാപ്റ്ററിന്റെ 1 ഷോട്ട് റിവിഷൻ ക്ലാസ് പോയിട്ടുണ്ട്. അതിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഇനി 3ാമത്തെ ചാപ്റ്റർ ഏതാണ്? യെസ്, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണല്ലേ. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും ടിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നിങ്ങളുടെ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ള ഒരു പേജ് ഉണ്ട് അല്ലേ. അവിടെ വരെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കംപ്ലീറ്റ് ചാപ്റ്റർ മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല,
പഠിക്കണമെന്നില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഓണപരീക്ഷയ്ക്ക് പഠിക്കുന്നത്. 10ാം ക്ലാസ്സിന്റെ ആദ്യത്തെ എക്സാം ആണ്, മോശമാക്കരുത്. നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഞാൻ എന്തായാലും ഉണ്ടാവും. കെമിസ്ട്രി റിലേറ്റഡ് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ ക്ലിയർ ചെയ്ത് ഓരോരോ ക്വസ്റ്റ്യനും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എക്സാം ഹാളിലേക്ക് പോകാൻ. ഈ ആദ്യത്തെ എക്സാമിന്റെ മാർക്ക് എന്ന് പറയുന്നത് അതൊരു കോൺഫിഡൻസ് തന്നെയാണ്. നിങ്ങളെ കൊണ്ട് സാധിക്കും. ടെക്സ്റ്റ് ബുക്ക് മാറിയാലും സിലബസ് മാറിയാലും ഇനി എന്ത് തന്നെ ഉണ്ടായാലും പഠിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ 100% ഉറപ്പാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വിജയിക്കാനും മുന്നേറാനും സാധിക്കും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് നാളത്തെ ലൈവ് ക്ലാസ്സിൽ കാണാം. ബൈ.